നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നെ പറ്റി? അങ്ങ് പിന്നെ ജനൻ ടിവിയുടെ അങ്ങക്ക് എന്താ തോന്നുന്നത്? ഞാൻ പിന്നെ അങ്ങക്ക് എന്നെ പരിചയമുണ്ടല്ലോ, എന്താ തോന്നുന്നത്? അത്തരം കാര്യങ്ങളൊന്നും മറുപടി അറിയിക്കുന്നില്ല. പ്രക്ഷോഭം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക, അതിനെതിരെ നടപടികൾ അതിലേക്ക് നാട്ടിൽ എന്ത് നടന്നാലും അതിലേക്ക് ഒരു പേര് എന്നെ വലിച്ചു കെട്ടണം. ശോഭാ സുരേന്ദ്രൻ ആരോപണമാണ് ഇന്നലെ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത്. അതൊരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമാണോ ബിജെപി കളിക്കുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് അത് ഉന്നയിച്ച ആൾക്കെതിരെ പോലീസ് നടപടി എടുക്കണം. ഏപ്രിൽ 10 ശേഷം ഇപ്പോൾ ഷാഫി പറമ്പിൽ MP എതിരെ അടക്കം അല്ല, അപ്പോൾ എനിക്കെതിരെ ഒക്കെ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണല്ലോ അവതരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ പോലീസ് ഇവരെ ചോദ്യം ചെയ്ത് അവർക്കെതിരെ നടപടി എടുക്കണം. കാരണം അങ്ങനെ ഒരു കേസിനകത്തൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ അതങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? കാത്തു വെക്കാൻ പറ്റുമോ? ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഓഡിയോ പ്രക്ഷോഭിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആരെങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. കൗൺസിലർ ആയതിനു ശേഷം 2-3 പ്രൊജക്റ്റുകൾ പറഞ്ഞു. പക്ഷെ തനിക്ക് ഷാഫിയെ പോലെ അഴിമതി നടത്താൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തനിക്ക് താല്പര്യം സ്ത്രീയോടാണ്, ആ ഒരു പെൺകുട്ടിയോടാണ് പറയുന്നത്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോട് പറയുന്നതായിട്ടുള്ള ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങക്ക് എന്താ തോന്നുന്നത് എന്നെ പറ്റി? അങ്ങ് പിന്നെ ജനൻ ടിവിയുടെ അങ്ങക്ക് എന്താ തോന്നുന്നത്? ഞാൻ പിന്നെ അങ്ങക്ക് എന്നെ പരിചയമുണ്ടല്ലോ, എന്താ തോന്നുന്നത്? അത്തരം കാര്യങ്ങളൊന്നും മറുപടി അറിയിക്കുന്നില്ല. പ്രക്ഷോഭം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക, അതിനെതിരെ നടപടികൾ നാട്ടിൽ എന്ത് നടന്നാലും അതിലേക്ക് ഒരു പേര് എന്നെ വലിച്ചു കെട്ടണം. വ്യാപകമായി ഇന്ന് നശിപ്പിച്ചിട്ടുണ്ട്. പ്രതികാര നടപടിയുമായാണോ മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു? അല്ല, അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. ആദ്യം അദ്ദേഹം വന്നപ്പം പിന്നെ വളരെ ദുർബലനാണെന്ന് പറഞ്ഞു. പിന്നെ ചില കോണിൽ നിന്ന് അദ്ദേഹം കോമാളിയാണെന്ന് പറഞ്ഞു. ഓരോ ദിവസവും ഇവിടെ അദ്ദേഹം സ്പെൻഡ് ചെയ്തപ്പോഴും, ഓരോ തവണ ജനങ്ങളുമായി സംവദിച്ചപ്പോഴും, മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും, ഇഷ്യൂസിനോട് റെസ്പോണ്ട് ചെയ്തപ്പോഴും, അപ്പോഴെല്ലാം അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ അക്സെപ്റ്റൻസ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ച രീതി പോലും പാലക്കാട്ട് വലിയ മതിപ്പുണ്ടാക്കി. അതിൻ്റെ ശേഷം വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കെല്ലാം അദ്ദേഹം പറഞ്ഞ മറുപടി, രാഷ്ട്രീയമായി അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എല്ലാം പാലക്കാടൻ ജനത ഇഷ്ടപ്പെടുന്ന തരത്തിൽ രമേശ് പിഷാരടി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാലക്കാടൻ ജനതയുടെ ഹൃദയങ്ങൾ ഒരു ഇടം പിടിച്ചു എന്ന് കണ്ടപ്പോൾ തുടങ്ങിയ അസ്വസ്ഥതയാണ്. ആദ്യം വളരെ സില്ലിയായി നിസ്സാരമായി 2 മുന്നണിയും കണ്ട ഒരാൾ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള അറ്റാക്കിനും അദ്ദേഹം വിധേയനാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അദ്ദേഹമാണെന്നാണ്. ഒരു ഫ്ലെക്സ് ബോർഡ് തൊട്ട് ഈ പറയുന്ന വ്യക്തി ആക്ഷേപങ്ങൾ വരെ അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അദ്ദേഹം പാലക്കാട് ജയിക്കാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവ് എതിരാളികൾക്ക് കൃത്യമായിട്ട് ലഭിച്ചതുകൊണ്ടാണ്. അവരെന്താണോ ഭയപ്പെടുന്നത് അത് സംഭവിക്കുന്നത്